ബീഗം ഹസ്രത്ത് മഹൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തീപ്പന്തമായി ജ്വലിച്ചു നിന്ന ഒരു വീരാംഗനയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലായിരുന്നു ബീഗം തൻ്റെ ധീരോദ്ധമായ പ്രകടനം കാഴ്ചവെച്ചത്. മുഹമ്മദി ഖാനു എന്നായിരുന്നു ബീഗത്തിൻ്റെ യഥാർത്ഥ പേര്. ഗുലാം ഹുസൈൻ്റെ പുത്രിയായി 1820 ഉത്തർപ്രദേശിലെ ഫൈസാബാദിലായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യത്തിൽ ബീഗം മികവ് കാണിച്ചിരുന്നു. അവധിലെ നവാബായ വാജിദ് അലി ഷായെ വിവാഹം ചെയ്ത ശേഷമാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. സുന്ദരിയും സുശീലയുമായ ബീഗം പർദ്ദ ധരിച്ചുകൊണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരവേദികളിൽ പങ്കെടുത്തിരുന്നത്. വാജിദ് അലി ഷായിൽ കഥാനായികയ്ക്ക് മിർസ ബർജസ് ഖാദർ ബഹദൂർ എന്ന ഒരു പുത്രൻ ജനിച്ചു. 1856 ഫെബ്രുവരി 13 അവധ് ഭരണാധിപ സ്ഥാനത്ത് നിന്ന് വാജിദ് അലി ഷായെ ബ്രിട്ടീഷ് ഭരണകൂടം പുറത്താക്കി. തുടർന്ന് അദ്ദേഹത്തെ കൽക്കത്തയിലേക്ക് നാടുകടത്തി കൽത്തുറുങ്കിലടച്ചു. ഈ സന്നിഗ്ധഘട്ടത്തിൽ പിറന്ന നാടിൻ്റെ വിമോചനത്തിന് ബ്രിട്ടീഷുകാരോട് പോരാടാൻ ബീഗം തീരുമാനിച്ചു. തുടർന്ന് പ്രാദേശിക ഭരണാധികാരികളും ജനങ്ങളും അവധിൻ്റെ തലസ്ഥാനമായ ലക്നോയിലെ ചാവാനിൽ 1857 മെയ് 31 ഒരുമിച്ച് കൂടി അവധിൻ്റെ സ്വാതന്ത്ര്യച്ചു. അവധ് സ്വതന്ത്ര രാജ്യമായ ശേഷം ബീഗം ഹസ്രത്ത് മഹൽ തൻ്റെ 11 വയസ്സു മാത്രം പ്രായമുള്ള ബർജസ് ഖാദറിനെ 1857 ജൂലൈ 7 അവധിൻ്റെ നവാബായി പ്രഖ്യാപിച്ചു. ഇതിലൂടെ ബീഗം ബ്രിട്ടീഷുകാരെ ഒരു പാഠം പഠിപ്പിക്കുകയും ലക്നോയിൽ നിന്നും വെള്ളപ്പിശാചുക്കളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ബീഗത്തിൻ്റെ സൈന്യത്തിൽ 1,80,000 പേർ ഉണ്ടായിരുന്നു. പുത്രനെ നവാബായി പ്രഖ്യാപിച്ച ശേഷം ലക്നോ കോട്ട വലിയ തുക ചെലവാക്കി ബീഗം പുനർനിർമ്മിച്ചു. നല്ല ഭരണത്തിനായി ഒരു ഹൈ ലെവൽ കമ്മിറ്റി തന്നെ ആ ധീര വനിത രൂപീകരിച്ചു. ഷറഫുദ്ദൗളയെ മുഖ്യമന്ത്രിയായും രാജാ ജയ്ലാൽ സിംഗിനെ കളക്ടറായും നിയമിച്ചു. മമ്മൂ ഖാൻ, മഹാരാജ ബാലകൃഷ്ണ, ബാബു പൂർണ്ണചന്ദ്, മുൻഷി ഗുലാബ് ഹസ്രത്ത്, ഇബ്രാഹിം ഖാൻ, രാജാ മാൻസിംഗ്, രാജദേശി ബാട്ട് സിംഗ് തുടങ്ങിയവരായിരുന്നു ഹൈ ലെവൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ. മകനെ നവാബായി അവരോധിച്ച് 10 മാസത്തോളം അവധ് ബീഗം ഹസ്രത്ത് മഹൽ ഭരിച്ചു. അയൽ രാജ്യങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നല്ല പിന്തുണ ലഭിച്ച ബീഗം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചു. 1857 മെയ് 17 ലക്നോയിലെ സവാർ മൈതാനത്ത് വെച്ച് ബീഗവും ബ്രിട്ടീഷ് സൈന്യവും ഏറ്റുമുട്ടി. കാലത്ത് 10 മണിക്ക് യുദ്ധം ആരംഭിച്ചു. ലക്നോയിലെ കൈസർബാഗ് പാലസും അവധിനെയും രക്ഷിക്കുവാനുമായി ബീഗം പോരാടി. 7 ലക്ഷം സൈനികരുടെ അകമ്പടിയോടെ ആ ധീര വനിത യുദ്ധക്കളത്തിൽ ബ്രിട്ടീഷ് സേനയുമായി ഏറ്റുമുട്ടി. ബീഗത്തിൻ്റെ പോരാട്ടവീര്യത്തിന് മുമ്പിൽ അനേകം ബ്രിട്ടീഷ് പടയാളികൾ നിലം പതിച്ചു. എന്നാൽ ബ്രിട്ടീഷ് സേനയുടെ ആധുനിക പടക്കോപ്പുകൾക്ക് മുമ്പിൽ ഹസ്രത്ത് മഹലിൻ്റെ സൈന്യം അവസാനം പരാജയപ്പെട്ടു. ഈ യുദ്ധത്തിൽ അനേകം ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാർക്ക് മുമ്പിലുള്ള ഈ പരാജയമൊന്നും ബീഗത്തിനെ പിന്നോട്ട് നയിച്ചില്ല. 1858 നവംബർ മാസത്തിൽ വിക്ടോറിയ രാജ്ഞി പുറപ്പെടുവിച്ച വിളംബരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് 1859 ഡിസംബർ 31 ബീഗം മറ്റൊരു വിളംബരം പുറപ്പെടുവിച്ചു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഡൽഹി ബ്രിട്ടീഷ് അധീനതയിൽ വന്നതോടെ ബീഗത്തിന് നേരെയുള്ള നീക്കങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ശക്തി കൂട്ടി. ഈ പശ്ചാത്തലത്തിൽ ബീഗം തൻ്റെ സേനയുമായി ഷാജഹാൻപൂരിലേക്ക് തിരിച്ചു. ഇവിടെ വെച്ച് മൗലവി അഹമ്മദ് ഷായോട് ചേർന്ന് വെള്ളപ്പടയ്ക്കെതിരെ ഗറില്ല യുദ്ധം ആരംഭിച്ചു. ഇതിൽ അനേകം ബ്രിട്ടീഷ് പടയാളികൾ കൊല്ലപ്പെട്ടു. ബുർജിയിൽ വെച്ച് ഹസ്രത്ത് മഹലിൻ്റെ സൈന്യവും ബ്രിട്ടീഷുകാരോട് പോരാടി. 3 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിലും ബീഗത്തിന് വിജയിക്കാനായില്ല. അവധിൽ ഗത്യന്തരമില്ലാതെ ഒരു സാഹചര്യമായപ്പോൾ ബീഗം ഹസ്രത്ത് മഹലും കുടുംബവും തൻ്റെ സഹവിപ്ലവ നേതാക്കളായ നാനാ സാഹിബ്, പേർഷ്യ തുടങ്ങിയവരോടൊപ്പം നേപ്പാൾ വനത്തിലേക്ക് തിരിച്ചു.
കഴിയുന്ന കാലത്ത് ലക്നോയിലേക്ക് തിരിച്ചു വരാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹസ്രത്തിനോട് ആവശ്യപ്പെട്ടു. ഇതിനായി വലിയ തുകയും ആഡംബര സൗകര്യവും ബ്രിട്ടീഷ് അധികാരികൾ ബീഗത്തിന് വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനത്തെ നിരസിച്ചുകൊണ്ട് ആ ധീരവനിത ഇപ്രകാരം പറഞ്ഞു: സ്വന്തം രാജ്യമായ അവതല്ലാത്ത ഒന്നും ബീഗം ഹസ്രത്ത് മഹലിന് സ്വീകാര്യമല്ല. അന്ത്യം വരെ ബ്രിട്ടീഷ് പടയോട് പിറന്ന മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ വീരാംഗന സധീരം പോരാടി. 1879 ഏപ്രിൽ 7 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വച്ചാണ് ബീഗം കാലഗതി പ്രാപിച്ചത്. കാഠ്മണ്ഡു സിറ്റി മസ്ജിദിലാണ് ബീഗം ഹസ്രത്ത് മഹൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ബീഗം ഹസ്രത്ത് മഹലിനോടുള്ള ആദരസൂചകമായി 1984 ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു.